പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷുകാർ എന്നല്ല, ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പും ധാരാളം വിദേശികൾ കടന്നു വന്നിട്ടുണ്ട്. സാക്ഷാൽ മുസ്ലിമീങ്ങൾ തന്നെ 1000ഓളം വർഷം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മുഗൾ ഭരണകർത്താക്കളും അവരും ഈ രാജ്യത്തേക്ക് വന്നവരാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ 800 വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യം അടക്കി ഭരിക്കുകയും താജ്മഹലും നമുക്കറിയാം, പലരും വളരെ ശൈലീപരമായി പറയാറുണ്ട്, താജ്മഹൽ പോലെ സുന്ദരവും കുത്തബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ സുഭദ്രവുമായ ഒരുപാട് സ്മാരകങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തിരുനെഞ്ചത്ത് അവശേഷിപ്പിച്ച ആ ഭരണകർത്താക്കൾ 800 വർഷം ഇന്ത്യ ഭരിച്ചപ്പോഴും അവരോട് വിദേശത്തു നിന്ന് വന്നവരായിരിക്കെ തന്നെ അവരോട് ഇന്ത്യൻ ജനത, ഇവിടുത്തെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ബൗദ്ധനോ സിഖോ ജൈനനോ മതമുള്ളവനോ ഇല്ലാത്തവനോ അവരോട് പുറത്തു പോവുക എന്നാവശ്യപ്പെട്ടില്ല എന്നതും, എന്നാൽ കേവലം 200 വർഷത്തിന് അധികം മാത്രം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരോട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയും ഒന്നിച്ചു നിന്നുകൊണ്ട് അവരോട് നിങ്ങൾ പുറത്തു പോകണം, ഞങ്ങളെ നിങ്ങൾ ഭരിക്കണ്ട എന്ന്, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയേണ്ടി വന്നതുമായ സാഹചര്യം എന്തായിരുന്നു എന്നത് ഈ സ്വാതന്ത്ര്യ സുദിനത്തിൽ പ്രസക്തമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ തൊലി നിറം വെള്ളയായിരുന്നു എന്നതാണോ? വെളുപ്പിനോട് നമുക്ക് വിരോധമുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരുപക്ഷെ അവരെ പോലെയോ അവരെക്കാളോ വെളുപ്പുള്ള ഒരുപാട് ആളുകൾ അവർക്കെതിരിൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ സജീവമായിരുന്നു. പിന്നെയോ അവർ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രേരണ. ഒട്ടുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തന്നെ സ്ഥാപകൻ A.O. ഹ്യൂം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതുപോലെ തന്നെ ആനി ബെസന്റിനെ പോലെ ഒരുപാട് ക്രൈസ്തവ സമര സ്വാതന്ത്ര്യ സമര നേതാക്കൾ നമുക്ക് സുപരിചിതരാണ്. അപ്പം മതം നോക്കിയുമല്ല യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് പുറത്തു പോകണം എന്ന് നാം പറയാൻ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര്യന്മാർ ഒരുമിച്ച് നിന്ന് പറയാൻ കാരണമായത്, ഈ രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തിനും ലോകത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വർണ്ണ മനോഹാരിത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തതയുടെ വൈവിധ്യങ്ങളുടെ വൈജാത്യങ്ങളുടെ സമോഹനമായ ഒരു സങ്കലനമാണ്. നാം ഈ രാജ്യത്ത് നേരത്തെ ഇവിടെ യൂണിറ്റി സോങ്ങിൽ നാം കേൾക്കുകയുണ്ടായി, സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദു സിഥാൻ ഹമാര ഹമാര എന്നിവിടെ പറയുകയുണ്ടായി. എന്താണതിനർത്ഥം? അഖില പ്രപഞ്ചത്തിൽ ഉത്തമമൻ ഭാരതം, അഖില പ്രപഞ്ചത്തിൽ ഉത്തമമൻ ഭാരതം, നാമിപ്പൂവനത്തിലെ രാപ്പാടി കുരുവികൾ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വ്യത്യസ്തമായ വിശ്വാസങ്ങളുടെ, വീക്ഷണങ്ങളുടെ, സംസ്കാരങ്ങളുടെ, ആരാധനകളുടെ, അനുഷ്ഠാനങ്ങളുടെ എല്ലാം ഒരു സംഗമഭൂമിയായ എൻ്റെ ഈ മഹത്തായ രാജ്യം ലോകത്തുള്ള മറ്റേത് രാജ്യങ്ങളെക്കാൾ സുന്ദരമാണ് എന്ന് പാട്ടുപാടിയ മഹാകവി, ബ്രിട്ടീഷുകാർ സർ സ്ഥാനം നൽകി ആദരിച്ച അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാലായിരുന്നു എന്ന കാര്യം നാം മറക്കരുത്. അല്ലാമ ഇഖ്ബാൽ എന്ന് പറയുന്ന പൗരസ്ത്യൻ്റെ ആ കവി കോകിലം ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചത് അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അതും ഈ കവിതയിൽ വന്നു, മദ്ഹബ് നഹി സിഖാത്ത, മദ്ഹബ് നഹി സിഖാത്ത ആപ്പസ് മേ ബൈർ റഖ്ന. ഒരു മതവും നമ്മെ പഠിപ്പിക്കുന്നില്ല അന്യോന്യം വൈരം വെച്ച് പുലർത്തണമെന്ന്. ഏത് മതമാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പരമാചാര്യന്മാരുടെ വാക്കുകളിൽ ഏത് മതമാണ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കണം, നിൻ്റേതല്ലാത്ത മതത്തിൻ്റെ ആളുകൾ നിൻ്റെ ശത്രുവാണ് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആചാര്യനെ, ആ മതത്തിൻ്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം. അങ്ങനെ അവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിച്ച് വളരെ ഷോവനിസ്റ്റായി അക്രമോത്സുകമായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ മഹാചാര്യന്മാരുടെ ആരുടെയും വാക്കുകളിൽ ഒരിക്കലും പരസ്പരം വൈരം വെച്ച് പുലർത്താൻ പറയുന്ന അരവാക്ക് പോലും കണ്ടെടുക്കാൻ ആർക്കും സാധ്യമാവുകയില്ല എന്നാണ് സർ അല്ലാമ ഇഖ്ബാൽ ആ മഹത്തായ ദേശീയ ഗാനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പഠിപ്പിച്ചതെങ്കിൽ, ഈ സൗന്ദര്യത്തെ, ഈ മനോഹാരിതയെ
തകർക്കാനും തങ്ങളുടെ ഭരണത്തെ അരക്കിട്ടുറപ്പിക്കാനും ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചല്ലാതെ സാധ്യമല്ല എന്ന് കരുതി ബ്രിട്ടീഷുകാർ നമ്മെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങിയിടത്താണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് നാം ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞത്. അവർ വന്ന ഉടനെ പൊക്കോളാനൊന്നും പറഞ്ഞില്ല. അവരുടെ നയം ഡിവൈഡ് ആൻഡ് റൂൾ ആണെന്നറിഞ്ഞപ്പോഴാണ്. നമ്മൾ പാഠപുസ്തകങ്ങളിൽ അത് പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ആ ഭിന്നിപ്പിൻ്റെ ഇടയിലൂടെ അവരുടെ കസേര ഉറപ്പിക്കാൻ നടത്തിയ പാശ്ചാത്യരുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവരോട് പോകൂ പുറത്ത്, ക്വിറ്റ് ഇന്ത്യ എന്ന് ഈ രാജ്യത്തെ ജനം ഒന്നിച്ചെന്ന് പറയാൻ പ്രേരിതമായത്. പ്രിയപ്പെട്ടവരെ, ആ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ സമര, ആ മുദ്രാവാക്യം ഈ രാജ്യത്തിന് സമ്മാനിച്ചത് ഞാൻ ഇന്നലെ മുണ്ടക്കയത്ത് സ്വാതന്ത്ര്യ സമര വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ടോണി എം മാത്യു എന്ന് പറയുന്ന SD കോളേജിലെ പ്രൊഫസർ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ ത്വരിതപ്പെടുത്തിയ ഇതിൻ്റെ ഈ ത്രിവർണ്ണ പതാക അടക്കം അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരമുദ്രാവാക്യമടക്കം ഈ രാജ്യത്തിന് സമ്മാനിച്ചത് മുസൽമാനാണ് എന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്താണ് പഠിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ SD കോളേജിലെ സെൻറ്റ് ഡൊമിനിക് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രൊഫസറാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഹിന്ദു മുസ്ലിം വ്യത്യാസമേതുമില്ലാതെ നമ്മുടെ ഗാന്ധിജി ആരായിരുന്നു? ഗാന്ധിജിക്ക് ഏതെങ്കിലും ഒരു മതത്തോട് ഈ രാജ്യത്ത് 800 ആണ്ട് മുസൽമാൻ ഇന്ത്യ ഭരിച്ചിട്ടും ഈ രാജ്യത്ത് എല്ലാം ഭദ്രമായിരുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അലോസരങ്ങളൊക്കെ രാജ്യത്തുണ്ടായിരുന്നിരിക്കാം. പക്ഷേ പുറത്തുനിന്ന് വന്ന വൈദേശികനായ മുസൽമാൻ്റെ മുഗളൻ്റെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ജനതയുടെ പൊതുവായ ഐക്യത്തിന് വിഘാതമാണ്. അതുകൊണ്ട് ഇവർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൂടാ, ഭരിച്ചുകൂടാ എന്ന് ഈ രാജ്യം പറഞ്ഞതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ലെങ്കിൽ നാം ബ്രിട്ടീഷുകാർക്കെതിരിൽ ഒരുമിച്ച് നിന്നത് യഥാർത്ഥത്തിൽ അവർ നമ്മെ ഭിന്നിപ്പിച്ചതുകൊണ്ടാണ്. സ്വാതന്ത്ര്യ സമരം നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം, നമ്മെ ഭിന്നിപ്പിക്കാൻ അകത്തോ പുറത്തോ ഉള്ള ഒരു ശക്തിയെയും നാം അനുവദിക്കുകയില്ല എന്ന വലിയ സന്ദേശമാണ്. അതാണ് യഥാർത്ഥത്തിൽ ബഹുമാന്യനായ സ്വാമിജി നമ്മോട് പറഞ്ഞത്. അതാണ് ബഹുമാന്യനായ ഫാദർ ഷിബു അവറുകൾ നമ്മോട് പറഞ്ഞത്. നമ്മെ ഭിന്നിപ്പിക്കാൻ നാം ഒരു ശക്തിയെയും അനുവദിക്കരുത്. നമ്മുടെ ആചാര്യനാരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ? ആദ്യമേ മുസ്ലിം പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായിരുന്നെങ്കിലും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അന്നൊന്നും സജീവമായിരുന്നില്ല. പക്ഷേ ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ കടന്നുവരവോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് മഹാനായ ഗാന്ധിജിയുടെ ആഗമനമുണ്ടായതോടുകൂടി, അദ്ദേഹം പുറത്തായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ അബ്ദുള്ള കമ്പനിയുടെ നിയമോപദേഷ്ടാവായി അദ്ദേഹം സേവനം ചെയ്യുമ്പോൾ, ദക്ഷിണാഫ്രിക്ക അപ്പാർത്തീഡിൻ്റെ മണ്ണാണെന്ന് നമുക്കറിയാം. വംശീയ വർണ്ണ വിവേചനത്തിൻ്റെ നാടാണ്. ഈ ലോകത്തിൽ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സമാദരണീയനായ നേതാവിനെ 28 അതോ 38 വർഷക്കാലം ജയിലഴികൾക്കുള്ളിൽ അടച്ചിട്ട് പീഡിപ്പിച്ച വംശവെറിയന്മാരുടെ നാടാണ് ആ ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുകൊണ്ട് അവിടുത്തെ തോട്ടം തൊഴിലാളികളായ അടിമകളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയമപരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ തലവനായിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ള കമ്പനി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ അതുണ്ട്. ആ കമ്പനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ സ്വാതന്ത്ര്യ സമരം വേണ്ടത്ര വിജയത്തിലെത്താത്തതിൽ നിരാശരായിരുന്നു. ഈ രാജ്യത്തെ ഹൈന്ദവ ജനത സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യതയിലേക്ക് അന്ന് ഉയർന്നിരുന്നില്ല എന്നതാണ് സത്യം. അതിന് കാരണങ്ങൾ പലതുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ഇവിടെ ഹിന്ദു ജനതയുടെ കൂടി വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ അഭാവമാണ് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം വേണ്ട വിധത്തിൽ പോരാട്ടങ്ങൾക്ക് വിജയം കൈവരിക്കാനാകാത്തതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലേക്ക് ഗാന്ധിജിയെ സ്വാഗതം ചെയ്തതിൽ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർക്കും ജമിയത്തുൽ ഉലമായ ഹിന്ദിനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇവിടെ വന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിലയുറപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കൈയായി മൗലാന മുഹമ്മദ് അലിയും ഇടം കൈയായി അദ്ദേഹത്തിൻ്റെ സഹോദരനായ മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കൂടിയാലോചനകൾ നടത്തിയത് ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദിൻ്റെ ആസ്ഥാനമായ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ഉന്നത മതകലാലയമായ ദാറുൽ ഉലൂം ദൈബന്ദിൻ്റെ അകത്തളത്തിലിരുന്നു കൊണ്ടായിരുന്നു. അവിടെ പഠിച്ചവരാണ് ഞങ്ങൾ.
അൽ ഖാസിമി എന്ന് പറയുന്ന ബിരുദം, അലിയാർ ഖാസിമി എന്ന് നിങ്ങൾ പറഞ്ഞത് അവിടെ പഠിച്ച് എനിക്ക് ലഭിച്ച ബിരുദം കൊണ്ടാണ്. അവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് ദാറുൽ ഉലൂം ദേവബന്ദ്. മഹാനായ ഗാന്ധിജി മൗലാന മുഹമ്മദ് അലിയോടൊപ്പം, മൗലാന അബുൽ കലാം ആസാദിനോടൊപ്പം, മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം, അവരുടെ മാതാവായ അലി സഹോദരന്മാരുടെ മാതാവായ ബീഗം ആബിദയോടൊപ്പം, ഖദർ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സേനാനികളുടെ അഭിമാന വസ്ത്രത്തിൻ്റെ പേരാണ് എങ്കിൽ എന്തുകൊണ്ട് ആ പദത്തിന് ഖദർ എന്ന് പറഞ്ഞാൽ അറബി പദമാണ്. അൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, പദവി എന്നും വിധി എന്നുമൊക്കെയുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് ഖദർ എന്നുള്ളത്. മഹാനായ നല്ല ഒരു തുന്നൽ വിദഗ്ധയായിരുന്ന ബീഗം ആബിദ എന്ന് പറയുന്ന ആലി സഹോദരന്മാരുടെ മാതാവ് നല്ലൊരു കർച്ചീഫ് മനോഹരമായി തൻ്റെ കരവിരുതുകൾ കൊണ്ട് നെയ്തുണ്ടാക്കി ഗാന്ധിജിയുടെ തോളത്തിട്ടുകൊണ്ട് സമ്മാനിച്ചിട്ട്, ഇത് താങ്കൾക്കൊരു സ്ഥാനവസ്ത്രമായിരിക്കട്ടെ, ഒരു ഖദറായിരിക്കട്ടെ എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഖദർ വസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ, മഹാനായ സനാതന ഹിന്ദുവായ അങ്ങേയറ്റം വേദ പാണ്ഡിത്യമുണ്ടായിരുന്ന, ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, ഖുറാനെയും അതുപോലെ സ്നേഹിച്ച സർവമത സ്നേഹിയായ മഹാനായ ഗാന്ധിജി ബീഗം ആബിദയുടെ വീട്ടിൽ പലപ്പോഴും ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നറിയാം. ഉപവാസം എന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിൻ്റെ ജീവിതശീലത്തിൻ്റെ ഭാഗമായതിൽ മുസ്ലിം പണ്ഡിതന്മാരോടൊക്കെയുള്ള സഹകരണത്തിനും വലിയ പങ്കുണ്ടായിരുന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്നവർ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ മുസൽമാൻ്റെ വികാരവും ഹിന്ദുവിൻ്റെ വികാരവും പരസ്പര പൂരകമാണ് എന്ന് ഈ രാജ്യത്തെ കാട്ടിക്കൊടുത്തു ഗാന്ധിജി. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തായിരുന്നു ഖിലാഫത്ത്? ആഗോള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഖലീഫയായിരുന്നു തുർക്കി ഭരിച്ചിരുന്നത്. ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യൻ പാശ്ചാത്യ ശക്തികൾ ഇടപെട്ടപ്പോൾ അതിനെതിരിൽ ബ്രിട്ടീഷുകാർ അവർക്ക് നേതൃത്വം നൽകിയപ്പോൾ ബ്രിട്ടീഷുകാരോട് വിയോജിച്ചുകൊണ്ട് ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായ ബ്രിട്ടീഷുകാരോടുള്ള വിയോജിപ്പ് മുസ്ലിം സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് പ്രകടിപ്പിക്കുകയായിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതിലൂടെ ഗാന്ധിജി ചെയ്തത്. വെറുതെ പറയുകയല്ലല്ലോ. ആലി സഹോദരന്മാരോടൊപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ കടപ്പുറത്ത് ഗാന്ധിജി ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വന്നിറങ്ങിയില്ലേ? മലബാറിലെ ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലൊന്നായി മലബാർ സമരം മാറിയതിൻ്റെ പിന്നിൽ ഗാന്ധിജിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പങ്കുണ്ടായിരുന്നില്ലേ? സർവ്വസ്വീകാര്യനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മഹാന്മാരായ മുഴുവൻ കവികളും ഈ ലോകത്തൊരു വ്യക്തിയെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചല്ലേ? നമ്മുടെ പിൽക്കാല ആധുനിക കവിത്രയങ്ങളൊക്കെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മാഹാത്മ്യം, സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ പങ്കാളിത്തത്തെ വാഴ്ത്തിപ്പാടിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ കൂടി നേതൃത്വത്തിൽ ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വന്നതൊക്കെ ബ്രിട്ടീഷുകാരന് തെക്കും വടക്കും നിൽക്കക്കിള്ളിയില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചതിൽ വലിയ പങ്കാണ് വഹിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ ഇന്ത്യയുടെ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരുമയുടെ സമ്മാനമാണെന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ ഏവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് ദൗർഭാഗ്യവശാൽ ഇല്ലാതെ പോകുന്നവർ നമ്മൾ ഇന്ന് ഭരിക്കുന്നവരാണെന്നുള്ളതാണ് ഗതികേട്. കാരണം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടേതായ യാതൊരു പങ്കും വഹിക്കാനുണ്ടായിരുന്നില്ലെന്നല്ല, അവർ സ്വാതന്ത്ര്യ സേനാനികളെ ആവോളം ഒറ്റുകൊടുക്കുകയോട് ചെയ്തിരുന്നു എന്നതാണ് ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ സർവ്വമതാചാര്യന്മാരുടെയും ഉത്തമ ഗുണങ്ങളാൽ അനുഗ്രഹീതനായ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഗാന്ധിജി ഹിന്ദുവല്ലേ എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ മുസ്ലിമീങ്ങളും, അതോടൊപ്പം തന്നെ മൗലാന മുഹമ്മദ് അലി മൗലാനയല്ലേ, അല്ലെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ് ഖുർആന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കണ്ട എന്ന് ഈ രാജ്യത്തെ ഹിന്ദു ഭൂരിപക്ഷമുള്ള കോൺഗ്രസും വിചാരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം സഫലമാകുമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്ലേ ബോയ് എന്ന് വിളിച്ചാണ് സത്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. 35-ാം വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം വിരാജിക്കുകയുണ്ടായി. മൗലാന മുഹമ്മദ് അലി ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ മഹാനായ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി വാഴുകയുണ്ടായി. ആ നിലയിൽ നമ്മുടെ കൈകോർത്ത് നിൽപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യം രൂപപ്പെടുത്തിയതെങ്കിൽ അന്നൊക്കെ ഈ മഹാരഥന്മാർക്കെതിരിൽ ഒറ്റുകൊടുപ്പ് മാത്രം നയമായി
സ്വീകരിച്ച് മുന്നേറിയ ഒരു വിഭാഗം ആളുകളുടെ പിന്മുറക്കാരാണിന്ന് നാം പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം പിടിച്ചു പറിച്ച് ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയിരുന്നു കൊണ്ട് നമ്മുടെ മതം ആചരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. UCC എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ സിവിൽ കോഡ് എന്നാ പറയാ. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? മതനിരോധന നിയമം എന്നാ. എല്ലാവർക്കും വ്യത്യസ്തതകളാണ് മതമെങ്കിൽ മതങ്ങളുടെ വ്യത്യസ്തതകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മതനിരോധന നിയമം ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നാ. ക്രൈസ്തവന്റെ ഒരാചാരമനുസരിച്ചാണോ മുസൽമാന്റെ മൃതശരീരം മറവ് ചെയ്യുക? മുസൽമാന്റെ ശൈലിയിൽ ക്രൈസ്തവന് സാധ്യമാകുമോ? ഹൈന്ദവന് സാധ്യമാകുമോ? വിവാഹത്തിന്റെ ശൈലികളിൽ വ്യത്യാസമില്ലേ? കോമൺ സിവിൽ കോഡ് ഇവിടെ വന്നാൽ അച്ഛനും എനിക്കും സ്വാമിക്കും വ്യത്യസ്തമായ ഈ ശൈലികളൊന്നും വിവാഹത്തിലോ ജനനത്തിലോ മരണത്തിലോ ഒന്നും ആവിഷ്കരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അന്തകനല്ലേ? ഇവിടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ പോലും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. അവർ ജനങ്ങളെ ഒന്ന് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ചാൽ അവരുടെ അധികാരത്തിൻ്റെ കാലുറപ്പിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ. മതം ആചരിക്കരുത്, അനുഷ്ഠിക്കരുതെന്ന് ബ്രിട്ടീഷുകാർ പോലും പറയാതിരുന്നിടത്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം അത് ഓർക്കേണ്ടതാണ്. ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് മതവിശ്വാസം കൊണ്ട് നടക്കാൻ അവകാശമുണ്ടോ? അവരുടെ വഖഫിൻ്റെ ഇടപെടലുകൾ പുതിയ പാർലമെൻറ്റിൽ ചർച്ച ചൂടുപിടിക്കുമ്പോൾ ഇവിടെ ആരാധനാലയങ്ങൾ നടത്താൻ, അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തിലാണ് അവർ കൈവയ്ക്കുന്നത്. ഇത്തരത്തിൽ ഉണ്ണേണ്ടതെന്ത്, ഉടുക്കേണ്ടതുണ്ട് എന്ത്, ബീഫ് കഴിക്കാമോ, കഴിച്ചത് ആടാണോ മാടാണോ എന്ന് ഈ രാജ്യത്തെ പൗരന്റെ വീടകങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അന്വേഷിച്ച് പ്രിയപ്പെട്ടവരെ അവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നലകളറിയാത്ത, പാരമ്പര്യമറിയാത്ത, ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തോട് ഒരു കൂറുമില്ലാത്ത ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ അവരെ തിരിച്ചറിയാൻ ഈ സ്വാതന്ത്ര്യ സുദിനത്തിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഗാന്ധിജി ആരായിരുന്നു? എന്തുകൊണ്ട് ഗാന്ധിജിയെ രാജ്യം മുഴുവൻ ആദരിച്ചു? ഇന്നലെ രാഹുൽ ഈശ്വരൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു. അദ്ദേഹം സവർണൻ കൂടിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിൽ നാം ഏറ്റവും അധികം ഓർക്കേണ്ട നാമം ഗാന്ധിജിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഈ ഗാന്ധിജിയെ ഇഷ്ടമില്ലാത്ത ഈ രാജ്യത്തെ ഒരേ ഒരു വർഗം അദ്ദേഹം പറഞ്ഞതാണ് ഷോവനിസ്റ്റ്, സവർണ, ബ്രാഹ്മണിക്ക് വംശീയവാദികൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു സവർണനാ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ അവർക്കിന്നും ഗാന്ധിജിയെ കണ്ടുകൂടാ. ഗാന്ധിജിയെ അന്നൊന്ന് കൊന്നതും പോരാഞ്ഞ് ഇന്ന് ഗാന്ധിജിയുടെ പ്രതിരൂപമുണ്ടാക്കി പ്രതീകാത്മകമായി അതിനു നേരെ വെടിവെച്ച് കൊന്ന് ആസ്വദിക്കുന്നവരെ, ആഘോഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് അവരെ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുശത്രുക്കളാണെന്ന് തിരിച്ചറിയാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളോട് ഭാഗം ചേരാൻ ഈ രാജ്യത്തിൻ്റെ മതേതര സ്നേഹികൾ, രാജ്യസ്നേഹികളായ ആർക്കും സാധ്യമല്ലെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ രാജ്യം ഈ മഹത്തായ സ്വാതന്ത്ര്യ സുദിനത്തിൽ ഉണരണമെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഗാന്ധിജി, മുഹമ്മദ് നബിയെ മാതൃകയാക്കിയ ഗാന്ധിജി, ബുദ്ധന്റെ അഹിംസയെ പ്രണയിച്ച ഗാന്ധിജി, മഹാനായ വള്ളത്തോൾ പറഞ്ഞതല്ലേ, ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവന്റെ ഏറ്റവും വലിയ മഹിമയായി വള്ളത്തോളെടുത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിത്യാഗശീലമാണ്. ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, ദൈവപ്രീതിക്ക് വേണ്ടി മാത്രം ഈ ലോകത്ത് ജീവിച്ച ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായികിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ പാട്ടുപാടിയത് ഏതൊരു ഗാന്ധിയെയാണോ? എല്ലാ മതാചാര്യന്മാരുടെയും അത്യുത്തമമായ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാമനീഷി. ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ 2 കാലിൽ നടന്നുപോയെന്ന് പറഞ്ഞാൽ
നാളത്തെ തലമുറ അംഗീകരിക്കുമോ എന്ന് എനിക്ക് സംശയമാണെന്ന് ലോകശാസ്ത്രകുലത്തിൻ്റെ എക്കാലത്തെയും അഭിമാനമായ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച ആ ഗാന്ധിജിയെ വെറുക്കുന്നവർ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ അതെടുത്തു പയറ്റിയതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യൻ ജനത പുറന്തള്ളിയ ഡിവൈഡ് ആൻഡ് റൂളുമായി മുന്നോട്ട് പോകുമ്പോൾ അരുത് എന്ന് പറയാൻ, ഞാൻ ദീർഘിപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ത്യ ജമിയത്തുൽ ഉലമായ ഹിന്ദിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയുടെ വിഭജനത്തിനെതിരിലായിരുന്നു നിലപാടെന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇന്ത്യ വിഭജിച്ചുകൂടാ എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന ഈ സംഘടനയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി പദം ഏറ്റെടുക്കണമെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണ്, പോരാട്ടം ലക്ഷ്യം നേടിക്കഴിഞ്ഞു, ഇന്ത്യൻ ജനതയെ നമ്മെ തമ്മിലടിപ്പിച്ചവർ പുറത്തുപോയി, ഇനി നാം നമ്മുടെ സഹോദരന്മാർ ഭരിക്കുകയാണ്, അവർ ഭരിച്ചുകൊള്ളട്ടെ, ഇനി രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല എന്ന ഉറച്ച നിലപാടുമായി ജമിയത്തുൽ ഉലമായ ഹിന്ദ് അവരുടെ പാഠശാലകളിലേക്ക് പിൻവാങ്ങി. പിന്നെ രാഷ്ട്രീയത്തിൽ ആ സംഘടന ഇടപെട്ടിട്ടില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 5 കോടി മെമ്പർഷിപ്പുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയാണത്. അതിന് ഇന്ത്യ രാജ്യത്ത് ഏത് വലിയ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിലെ നിരപരാധികളെ കൽത്തുറുങ്കിലടച്ച് വേട്ടയാടുന്ന കരിനിയമങ്ങൾ കൊണ്ട് വധശിക്ഷകൾ വിധിക്കപ്പെട്ട കേസുകളിൽ ഇടപെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 100-ലധികം ആളുകളെ വിമോചിപ്പിച്ച പ്രസ്ഥാനമാണിത്. നിയമ പോരാട്ടങ്ങളിലൂടെ സമാധാനപരമായ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. നിങ്ങൾക്കറിയുമല്ലോ, കഴിഞ്ഞ കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ ഇവിടെ കേരള സംസ്ഥാനത്ത് ഇതിൻ്റെ അംഗസംഖ്യ വളരെ പരിമിതമായിരിക്കുമ്പോഴും അവിടെ നിന്ന് മൗലാന അർഷദ് മദനി എന്ന് പറയുന്ന ഇതിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് പതിറ്റാണ്ടുകളോളം നോമിനേറ്റ് ചെയ്തിരുന്നു, മഹത്തായ സ്വാതന്ത്ര്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ട്. അവസാനം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ മഹാപണ്ഡിതൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആവോളം നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ കൂടി പ്രതിനിധിയാണ് മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹമാകട്ടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വഴിമാറി ആത്മീയ മത വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് ഉൾവലിഞ്ഞ ഒരു സംഘടന 100 വീടുകൾ അവിടെ പണിതു കൊടുത്തു. 45 വീടുകൾ ഒന്നിച്ച് പണിതു കൊടുത്തു. ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ വന്നു. 5 വീടുകൾ ഹൈന്ദവ സഹോദരങ്ങൾക്കാണ് കൈമാറിയത്. മുസ്ലിമീങ്ങൾ 45 അല്ല 450 വീടുകൾക്ക് ആവശ്യക്കാരായിരിക്കെ 5 വീടുകൾ അവർക്ക് കൈമാറിക്കൊണ്ട് ഇവിടുത്തെ ഈ സൃഷ്ടി സേവന രംഗത്ത് ഈ സംഘടനയ്ക്ക് ജാതിമത വിവേചനങ്ങളില്ല എന്ന മഹത്തായ സന്ദേശമാണ് മഹത്തായ സംഘടന കൈമാറിയത്. ഇന്നും വയനാട്ടിൽ സംഭവമുണ്ടായി. ഞങ്ങളുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയെ പറഞ്ഞയച്ചു. ഞങ്ങളും അവിടെ പോയപ്പോൾ കൃത്യമായ റിപ്പോർട്ട് എത്രയും വേഗം നൽകണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ ടി സിദ്ദീഖ് അവറുകൾ ആ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി, ഓഫർ ചെയ്തത് കൃത്യമായി പാലിച്ച ഒരു സംഘടന എന്നുള്ള നിലയിൽ ജമിയത്തുൽ ഉലമായ ഹിന്ദിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണെന്ന്. ഞാൻ പറഞ്ഞത്, ഈ സംഘടനകളുടെ അംഗസംഖ്യ വലുതാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഇത് അംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അംഗസംഖ്യ വളരെ കുറഞ്ഞ, ഇതിന് അനുയായികൾ വളരെ കുറഞ്ഞ കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ ഇടപെടൽ നടത്താൻ ഒന്നും തടസ്സമല്ലാത്ത ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, ഒന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന് മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കണം. വിഭജനം ഒരു നിലയ്ക്കും ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ട് വിഭജനത്തിനെതിരിൽ ശക്തമായി നീങ്ങിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ വിസ്തരിച്ചുള്ള വിശദാംശങ്ങൾ പറയാൻ ഇത് സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇവിടെയുള്ള മറ്റേതെങ്കിലും സംഘടനകളെ ഇല്ലാതാക്കാനോ അതിൻ്റെ മണ്ടയ്ക്ക് കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന് ബദലാകാനോ ഒന്നുമല്ല. നമ്മളെല്ലാം കൈകോർത്ത് പിടിച്ച് പല സംഘടനകളും പല മേഖലകളിൽ മാത്രമായി മാറി നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതസൗഹാർദ്ദത്തിനും മാനവിക ഏകതയ്ക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കാനാവില്ലേ എന്ന് മാത്രമാണ് ജമിയത്തുൽ ഉലമായ ഹിന്ദിന് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അത്തരത്തിൽ മഹത്തായ ഒരു പൈതൃകം സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൻ്റെ കോൺഗ്രസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയുടെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ മഹനീയമായ ജമിയത്തുൽ ഉലമായ എന്ന് പറയുന്ന പ്രസ്ഥാനം രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മാത്രമേ എക്കാലത്തും ചിന്തിച്ചിട്ടുള്ളൂ. സൃഷ്ടി സേവനം എന്ന് പറയുന്നത് മാധവ സേവ
മാനവ സേവ എന്ന് പറയപ്പെടാറുണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികൾക്ക് ചെയ്യുന്ന സേവനം. അവർ നമ്മുടെ മെമ്പർമാരാണോ എന്ന് നമുക്ക് നോക്കേണ്ടതില്ല, അവർ നമ്മുടെ സമുദായമാണോ എന്ന് നോക്കേണ്ടതില്ല. ആവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത്. പ്രതീക്ഷകളോടുകൂടി നാം കാത്തിരിക്കുകയാണ്. നമുക്ക് ഇത്തരം നന്മ പ്രവർത്തികളിൽ കൈകോർത്ത് മുന്നേറാം. ജമിയത്തുൽ ഉലമാ ഹിന്ദ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വആഖിറ.